എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെറിയ ചിലവിൽ നമുക്ക് നിലവിലുള്ള കംപ്ലൈൻ്റ് ആയ സാധാരണ സീലിംഗ് ഫാൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് BLDCയിലേക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. BLDC കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമേ. അപ്പോൾ ആ കിറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ BLDCയിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നുണ്ടോ? ഇത് വന്നിട്ട് ഞാൻ BLDCയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ച ഒരു ഫാനാണ്. അപ്പോൾ ഈ ബോർഡ് ഇതാണോ, ഇപ്പോൾ ഇതാണല്ലോ പഴയ ഫാൻ. അപ്പോൾ ഈ പഴയ ഫാനിനെ റിമൂവ് ചെയ്ത് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഈ മാഗ്നറ്റ് കണ്ടോ, ഇത് നമ്മൾ അഴിച്ച് കളയണം. ഇത് കോയിൽ പോയതാണ്. കോയിൽ അഴിച്ചിട്ട് ഈ ഡൂം ഉണ്ടല്ലോ, ഈ 2 ഡൂം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. എന്നാൽ ആൻ്റണിയാണ്. പിന്നെ ഈ ഒരു കപ്പ് ഇതിലൂടെ വരും. പിന്നെ ഈ കാണുന്ന കൺട്രോളറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുക. സാധാരണ ഫാന് ഒരെണ്ണം ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഭാഗത്ത് BLDC ആണെങ്കിൽ നമുക്ക് 3 ഫാനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ മാഗ്നറ്റ് റിംഗ് ഒന്ന് വരും, കോയിലാണ് വരുന്നത്. അപ്പോൾ ഈ റിംഗ് വരുന്നതോ ഈ കോയിൽ നമ്മൾ ഈ ബെയറിംഗിൽ ഇട്ടതിന് ശേഷം സാധിക്കും BLDCയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പഴയ ഫാൻ ഏതെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത ആ ബോർഡ് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബോർഡ്, ഇതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കവറിട്ട് മൂടാം. അപ്പോൾ ഓപ്പറേഷൻ സക്സസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓഫും ചെയ്യാം. ഇപ്പോൾ 1-ലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 1-ലുള്ള സ്പീഡാണ് നമ്മുടെ BLDC ഫാന് അസംബ്ലി സെറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. പക്ഷേ അതിപ്പോൾ ബോർഡ് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്ത് പുതിയ ബോർഡ് വാങ്ങിച്ച് മാറ്റിയതാണ്. അപ്പോൾ ബോർഡ് വാങ്ങിക്കുന്ന സമയത്ത് ആ ബോർഡും അതുപോലെ തന്നെ ഈ റിമോട്ടും ഇത് രണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഈ റിമോട്ട് അല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ബോർഡ് വന്നിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള പഴയ ഫാനുകളുണ്ടെങ്കിൽ BLDC കിറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിനെ അപ്ഡേഷൻ ചെയ്ത് ഇതുപോലെ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഫാനാക്കി. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനുകളിനെ BLDCയിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്.